ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 68ാമത് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന കൺവെൻഷൻ്റെ സേവികാ സംഘത്തിൻ്റെ പ്രത്യേക യോഗമായി കൂടി വരുമ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഭദ്രാസന സേവികാ സംഘം ക്ലർജി വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ ജോർജ് അച്ഛൻ, കേന്ദ്ര സേവികാ സംഘം ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട റേച്ചൽ ജോർജ് കൊച്ചമ്മ, ഭദ്രാസന സേവികാ സംഘം ഭാരവാഹികൾ മിസസ് എൽസിക്കുട്ടി ജോൺസൺ, മിസസ് കുഞ്ഞമ്മ ഫിലിപ്പ്, മിസസ് അനിത ജോജി, മറ്റ് ആദരണീയരായ വൈദികരെ, ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന അഭിവന്യ തിരുമേനി ഓർപ്പിച്ചതുപോലെ വിപ്ലവ നായികമാരെ, ഗായക സംഘാംഗങ്ങളെ, മറ്റ് സഹോദരങ്ങളെ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെയും വിനയത്തോടെയുമാണ് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത്. വിവാഹശേഷം പലപ്പോഴും എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ ഈ കൊട്ടാരക്കര കൺവെൻഷനെക്കുറിച്ച് വളരെയധികം ഓർമ്മകൾ പങ്കിടുന്നത് ഞാൻ ശ്രവിക്കാറുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഈ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷനിൽ സംബന്ധിക്കുന്നത്. ഇപ്രകാരം ഈ പന്തൽ നിറഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമ്മേളനത്തിൽ ദൈവവചനം പങ്കിടുവാനായിട്ട് സേവികാ സംഘത്തിൻ്റെ അധ്യക്ഷൻ തിരുമേനി എന്നിൽ അർപ്പിച്ച വിശ്വാസം, അതിൻ്റെ മുമ്പിൽ ഞാൻ വിനയപ്പെടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലുള്ള ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷിബു ഏബ്രഹാം അച്ഛൻ, ഭദ്രാസന സെക്രട്ടറി റവറൻഡ് ബിഷപ്പ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ, മറ്റ് ഈ കൺവെൻഷൻ്റെ കൺവീനർ അച്ഛന്മാർ, മറ്റ് ചുമതലയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. മാർത്തോമ സുവിശേഷ സേവികാ സംഘം വിവിധ വിഷയങ്ങളെ അധികരിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിന്മേൽ ഉള്ള പഠനങ്ങൾ എല്ലാ വർഷവും ക്രമീകരിക്കാറുണ്ട്. വാർഷിക പഠന കോൺഫറൻസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ വർഷം വാർഷിക പഠന കോൺഫറൻസിൽ നമ്മൾ പഠിച്ച വിഷയം അരികുകളിൽ നിന്നും ഉയരുന്ന ദൗത്യം എന്നുള്ളതായിരുന്നു. മിഷൻ ഫ്രം ദ മാർജിൻ. അതുകൊണ്ട് ഈ അരികുകളിലേക്ക് പോയി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ദൗത്യമായിട്ടല്ല ഈ വിഷയത്തെ നമ്മളവിടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. അരികുകൾ തന്നെ ദൗത്യത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളായി മാറുകയാണ്. വേദപുസ്തകം ഈ അരികുകളെ അല്ലെങ്കിൽ അതിരുകളെയൊക്കെ വളരെ ഗൗരവത്തോടെയാണ് മനസ്സിലാക്കുന്നത്. ഈ അരികുകളിൽ നിന്നുള്ള അനേക മനുഷ്യരെ രക്ഷാകര ചരിത്രം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായി തമ്പുരാൻ പേർ ചൊല്ലി വിളിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ രക്ഷാകര ചരിത്രം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ ചില സ്ത്രീകളും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത് സേവികാ സംഘ അംഗങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി ഉയർത്തുന്നതാണ്. ആ സ്ത്രീകളുടെ ഒക്കെയും ജീവിതം എന്ന് പറയുന്നത്. അന്ന് ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മനു വർഗീസ് അച്ഛൻ ഇപ്രകാരം പറയുന്നു: കഥ പറയുന്നവരായിട്ടല്ല, തങ്ങളുടെ ജീവിതത്തിലൂടെ കഥകൾ സൃഷ്ടിച്ച സ്ത്രീകളാണ്
ഈ രക്ഷാകര ചരിത്രത്തിൽ പങ്കുകാരായി തീർന്നത്. വിമൻ ആർ സ്റ്റോറി മേക്കേഴ്സ് റാദർ ദാൻ സ്റ്റോറി ടെല്ലേഴ്സ്. അതിനിർണായകമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ആത്മധൈര്യത്തോടെ തങ്ങളുടേതായ ഭാഗധേയത്വവും ഈ രക്ഷാകര ചരിത്രത്തിൽ പങ്കുവച്ച അനേക സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീയെയാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മൾ പാഠഭാഗമായി വായിച്ചു കേട്ട യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം കണ്ടെത്തുന്ന റാഹാബ് എന്ന സ്ത്രീയെ തന്നെയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് റാഹാബ് എന്ന് പറയുന്ന ഈ ഒരു ശ്രേഷ്ഠ മഹിളാ രത്നം നമ്മളോട് എന്താണ് ഈ പകൽക്കാലം സംവദിക്കുന്നത്, ഈ ഒരു അരികുകളിൽ നിന്നും ഉയരുന്ന ദൗത്യം, അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനം പഠന വിഷയമാക്കുന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആ ഒരു തീമിൽ നിന്നുകൊണ്ടും സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം കൂടി ദൈവസന്നിധിയിൽ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സമൃദ്ധമായ ജീവൻ്റെ അനുഭവക്കാരാക്കി ഞങ്ങളെ മാറ്റുന്ന സ്വർഗീയ പരമപിതാവാം ദൈവമേ, അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പാകെ അങ്ങയുടെ പാദപീഠത്തിൽ അടിയങ്ങളെല്ലാവരും ഒരു മനസ്സോടുകൂടെ ആയിരിക്കുകയാണ്. അന്യ ചിന്തകളിൽ നിന്ന് തമ്പുരാൻ ഞങ്ങളുടെ മനസ്സുകളെ വേർപെടുത്തണം. ഒരു രീതിയിലും ഞങ്ങളുടെ മനസ്സുകൾ ഈ ചിന്തകളിൽ നിന്ന് വേറിട്ടു പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. നിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത്, നിന്റെ പാതകളെ പിന്തുടരുവാനുള്ള വലിയ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിനുള്ള മുഖാന്തരമാക്കി അവിടുന്ന് തീർക്കണം. അടിയനെ അങ്ങയുടെ കരങ്ങളിൽ പൊടിയോളം താഴ്ത്തി ഭരമേൽപ്പിക്കുകയാണ്. മഹത്വം എല്ലായ്പ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമായി തീരട്ടെ. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. നമ്മൾ യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുന്നു. വളരെ പെട്ടെന്ന് പറഞ്ഞ് ഈ വിഷയത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 40 വർഷം മരുഭൂമിയിലൂടെ ഉഴന്നു നടന്ന ജനം, മോശയുടെ നേതൃത്വം അവിടെ അവസാനിക്കുകയാണ്. മോശയുടെ മരണത്തിന് ശേഷം യോശുവയാണ് ഈ ഒരു ജനത്തെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുവാനായി ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്നത്. ഈ യോശുവയുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ ജനം കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള സംഭവങ്ങളാണ് അതിൻ്റെ 1-ാം അധ്യായത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ജനം വളരെ പ്രതീക്ഷയോടുകൂടി കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കറിയാം, മോശയുടെ കാലത്തിൽ മോശ ഗോത്രപിതാക്കന്മാരെയൊക്കെയും അയക്കുകയാണ് ദേശം ഒറ്റുനോക്കുവാനായിട്ട്. എന്നാൽ അങ്ങനെ ഒറ്റുനോക്കിയതിന് ശേഷം അവർ തിരിച്ചു വന്ന് അതിൻ്റെ റിപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം 2 പേർ മാത്രമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ പ്രവേശിക്കുവാനായിട്ട് ആ കാലത്തിൽ സാധിച്ചില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അതിന് പിൻഗാമിയായി ജോഷുവ ഇവിടെ നിൽക്കുമ്പോൾ യോശുവയ്ക്കറിയാം, ആളിൻ്റെ പെരുപ്പത്തിലല്ല കാര്യം. ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കുന്ന 1-2 വ്യക്തികൾ മതി കാര്യം നടക്കുവാനായിട്ട്. അങ്ങനെ അവരെ 2 പേരെ ഈ ദേശം ഒറ്റുനോക്കുവാനായിട്ട് അതിൻ്റെ പ്രധാന പട്ടണമായ എറിഹോവിലേക്ക് അയക്കുകയാണ്. വായിച്ചു കേട്ട വേദഭാഗത്തിൽ നമ്മൾക്ക് അറിയാം, ദേശം ഒറ്റുനോക്കുവാനായിട്ട് ചെന്ന 2 വ്യക്തികൾ അവർ ചെല്ലുന്നത് ആരുടെ വീട്ടിലേക്കാണ്? റാഹാബ്. അതിനൊരു വിശേഷണം അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ എഴുതിയിരിക്കുന്നു? വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സാധാരണക്കാരിയായ റാഹാബിൻ്റെ ഭവനത്തിലേക്ക് അവർ കടന്നു ചെല്ലുകയാണ്. റാഹാബ് ഈ 2 പേരെ എപ്രകാരം സഹായിച്ചു,
ആ ഒരു അനുഭവങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ റാഹാബ് സൃഷ്ടിച്ച തൻ്റെ ജീവിത അനുഭവങ്ങളുടെ കഥയിൽ നിന്ന് വിശ്വാസം എന്താണ് എന്ന് ചില പാഠങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണ് വിശ്വാസമെന്ന് റാഹാബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, കാഴ്ചകൾക്കപ്പുറമുള്ള കാഴ്ചകൾ കാണാനും ധീരമായ നിലപാടുകൾ എടുക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് വിശ്വാസം. കാഴ്ചകൾക്കപ്പുറമുള്ള കാഴ്ചകൾ കാണുവാനും ധീരമായ നിലപാടുകൾ എടുക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തേണ്ട ഒന്നാണ് വിശ്വാസം. ഈ രീതിയിൽ വിശ്വാസത്തെ നാം മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ഈ രീതിയിൽ വിശ്വാസം നമ്മിൽ ക്രിയ ചെയ്യുന്നില്ല എങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് പറയുകയാണ്, ഇതാണ് കാലത്തിൻ്റെ ആവശ്യമെന്ന്. എങ്ങനെയാണ് റാഹാബ് ഈ ഒരു വലിയ മാതൃക നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ? കാണുന്നതിന് അപ്പുറം കാണുവാനായിട്ടുള്ള വലിയ കഴിവ്, അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അപ്രകാരം കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അഭിമന്യ തിരുമേനി പറഞ്ഞത് നമുക്കിതിനോട് ചേർത്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്താണ് തിരുമേനി എന്ത് കണ്ണുകളോടെ കാണണം എന്നാണ് പറഞ്ഞത്? വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടെ ലോകത്തെ കാണുമ്പോൾ കാഴ്ചയ്ക്കപ്പുറമുള്ള കാഴ്ചയിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. ഇവിടെ റാഹാബിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ചുറ്റുപാടും നടന്ന കാര്യങ്ങളെയൊക്കെ, ആ ദേശത്തിന് ചുറ്റും മറ്റ് ദേശങ്ങളിലുമൊക്കെ നടന്ന കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ അവബോധമുള്ള ഒരു സ്ത്രീ ആയിരുന്നു റാഹാബ് എന്ന് കാണാം. അതുകൊണ്ട് കാലത്തെയും കാലഗതികളെയും ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയ ഒരു സ്ത്രീ, ആ സ്ത്രീയിലാണ് ഈ ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഇങ്ങനെ നമ്മുടെ വീട്, നമ്മുടെ ഇടവക എന്നുള്ള തലത്തിൽ മാത്രം ഒരുപക്ഷെ ചുരുങ്ങിപ്പോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനപ്പുറമായിട്ട് നാം ജീവിക്കുന്ന ഈ കാലത്തിൻ്റെ പ്രത്യേകതകളെ, കാലത്തിൻ്റെ മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ സധൈര്യം മുമ്പോട്ട് പോകുമ്പോൾ, ദൂരക്കാഴ്ചയോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത്. അല്ലെങ്കിലൊക്കെ നാം വെറും മണ്ഡൂപങ്ങൾ ആയി പോകുവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? എന്താണ്, നമ്മളതൊക്കെ സ്കൂളിൽ പഠിച്ച വാക്കാണ് അല്ലേ? കിണറ്റിനുള്ളിലെ പറഞ്ഞോ തവള. നിങ്ങൾ ഉറങ്ങി. തിരുമേനിയുടെ ആ ഒരു മാതൃക ഞാനും സ്വീകരിക്കുകയാണ്. ഇത്രയും ചൂടൊക്കെ അല്ലേ, ചിലപ്പോൾ നമ്മളൊന്ന് രാവിലെ എന്തെല്ലാം ജോലിയൊക്കെ ചെയ്തിട്ട് ഓടിപ്പിടച്ച് വന്നതാണ് അല്ലേ? അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് മാറിപ്പോകാം. എന്നാൽ ഇവിടെ റാഹാബിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, റാഹാബ് ഈ 2 ഒറ്റുകാരോട് പറയുകയാണ്, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി വെള്ളം വറ്റിച്ചത് അല്ലേ? നിങ്ങൾ ചെങ്കടൽ കടന്നത്, സീഹോൻ, ഓഗ് തുടങ്ങിയ പ്രഭുക്കന്മാരെയൊക്കെയും നിങ്ങൾ കീഴടക്കിയത്, ഇതെല്ലാം ഞാൻ അറിയുന്നു. ഇതെല്ലാം അതാ ഞാൻ പറഞ്ഞത്, ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളെയൊക്കെ മനസ്സിലാക്കുവാനായിട്ടും ആ മനസ്സിലാക്കലിൽ നിന്ന് വിശ്വാസത്തിൽ ദൂരക്കാഴ്ചയോടുകൂടി ചില കാഴ്ചകൾ കാണുവാനായിട്ടും ധൈര്യമുള്ള സ്ത്രീയായിരുന്നു റാഹാബ് എന്ന്. അഭിവന്യ തിരുമേനി നമ്മളോട് സേവിക സംഘ അംഗങ്ങളോട് എല്ലാ മാസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു മീഡിയം, വനിതാ ബോധിനിയിലൂടെ തിരുമേനി എഴുതുന്ന കത്തുകളാണ്. ഇപ്രാവശ്യം വചന പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വചനത്തിൻ്റെ നേർവിചാരങ്ങൾ എന്ന ചിന്തയാണ് അവിടെ പങ്കിടുന്നത്.
അതുകൊണ്ട് ആ ഒരു കത്ത് വായിച്ചപ്പോൾ തിരുമേനി ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: വേദപുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് അത് കേവലം ഒരു അറിവായി മാത്രം നമ്മളുടെ ഇടയിൽ നിലനിൽക്കുവാനായിട്ട് പാടില്ല. അറിവ് അനുഭവമായിട്ട് മാറേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കേട്ടത് വിശ്വാസമായിട്ട് പരിണമിക്കണം. അതുകൊണ്ട് എന്താണ് അറിവ്? കേവലം ഞാൻ തിരുമേനിയുടെ ആ പർട്ടിക്കുലർ വേർഡ് തന്നെ ഉപയോഗിക്കുകയാണ്, വിവരം മാത്രമായി തീരരുത്. എനിക്ക് പെട്ടെന്ന് വായിച്ചപ്പോൾ ഒരു സംശയം തോന്നി. തിരുമേനിയെ വിളിച്ച് അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ, വളരെ തിരക്കുകളുടെ മധ്യത്തിൽ. അതുകൊണ്ട് ഞാൻ എൻ്റെ സംശയങ്ങളെല്ലാം ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ്റെ അടുത്താണ്. അതിനും പുറകിലൊരു കാരണമുണ്ട്. വനിതാ മന്ദിരത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ഞാൻ ഇടയ്ക്ക് ചെറിയ നുറുങ്ങുകളൊക്കെ പറയുന്നത് നിങ്ങളിങ്ങനെ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, എന്നാൽ സത്യമായ കാര്യവുമാണ്. വനിതാ മന്ദിരത്തിൻ്റെ ശതാബ്ദിക്ക് അഭിമന്യ തിരുമേനി വന്നപ്പോൾ തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ സഭയിലെ സ്ത്രീകളാൽ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന ബിഷപ്പ് ഞാനാണ്. ഞാൻ ഓർത്തു തിരുമേനി വെറുതെ ഇങ്ങനെ ഒരു രസത്തിനങ്ങ് പറഞ്ഞു. അത് എൻ്റെ വിവരമില്ലായ്മയാണ്. എന്നാൽ ഈ വനിതാ ബോധിനിയുടെ ശുശ്രൂഷയിൽ ഞാനായിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. ഇവിടെ നിന്ന് എല്ലാ മാസവും കത്തുകൾ അയക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ 6, 9, 6 ഒക്കെ ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ ബൈബിൾ റെഫറൻസ് ഒന്നും അങ്ങനെ തുറന്നു വെച്ച് ഇത് കറക്റ്റാണോ എന്നൊന്നും ഞാൻ ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആ കത്തിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു. അങ്ങനെ വന്നുകൂടാൻ പാടില്ലാത്തതാണ് ഈ ഹ്യൂമൻ എറർ. അപ്പോൾ ഒരു ആൻറ്റി എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, വേറെ ഏത് ഭാഗത്തും ഒരു തെറ്റു വന്നാൽ കൊച്ചമ്മ എനിക്ക് വിഷമമില്ല, പക്ഷേ ഞങ്ങളുടെ തിരുമേനി എഴുതിയ കത്തിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുവാനായിട്ട് പാടില്ല. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും, ഞങ്ങളിലൊന്നിനെ തൊട്ടു കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, ഏറ്റവും കൂടുതൽ അല്ലേ ആദരിക്കുകയും ബഹുമാനിക്കുകയും സേവികാ സംഘാംഗങ്ങൾ ഈ കാലത്തിൽ തിരുമേനിയോട്. അതുകൊണ്ട് ഓരോ അക്ഷരങ്ങളും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു ചോദിച്ചത്, എന്താണ് വചനം കേവലം വിവരം, അതൊരു കൊട്ടേഷനിലാണ് കൊടുക്കേണ്ടത്. അങ്ങനെ മാത്രം നിന്നാൽ പോരാ, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമായിട്ട് മാറണം. റാഹബിൻ്റെ ജീവിതത്തിൽ അവൾ കേട്ടതും ഗ്രഹിച്ചതുമായ ഈ വിവരങ്ങൾ അത് അവളുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കുകയാണ്. അതുകൊണ്ട് ആ ദേശത്തിലെ നമ്മൾ നോക്കണം, ഈ റഹാബ് മാത്രം അറിഞ്ഞ ഒരു കാര്യമല്ല, ആ ദേശത്തിലെ ജനങ്ങൾക്കെല്ലാം ഇതിനെപ്പറ്റി അറിവ് കിട്ടിയിരിക്കാം. ഭൂരിപക്ഷം പേരും മനസ്സിലാക്കിയ മനസ്സിലാക്കലുകൾക്ക് അപ്പുറം ചില വേറിട്ട ബോധ്യങ്ങളിലേക്ക് റഹാബ് വളരുകയാണ്. റഹാബ് മനസ്സിലാക്കുന്നു, ഇസ്രയേലിന് ഒരു ദൈവമുണ്ട്, ആ ദൈവം സർവശക്തനാണ്, ആ ദൈവം തൻ്റെ അടുക്കിലേക്ക് വരുന്നവരെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ്, ആ ദൈവത്തിലാണ് യഥാർത്ഥമായ വിടുതലും രക്ഷയും. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, അവൾ വിശ്വാസത്തിൽ കാഴ്ചയ്ക്കപ്പുറമുള്ള കാഴ്ചകളിലേക്ക് ഉയർത്തപ്പെടുകയോ വളർത്തപ്പെടുകയോ രൂപാന്തരം പ്രാപിക്കുകയോ ചെയ്യുകയാണ്. ആ ഒരു ജനം, വിജാതീയരായ ജനം, അവിടെ പല അദൈവങ്ങളുമുണ്ട്. അവർ പ്രകൃതി ശക്തികളെയൊക്കെയാണ് നാളിതുവരെയും ആരാധിച്ചു വരുന്നത്. എന്നാൽ ഈ അറിവുകൾ അവളുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കുമ്പോൾ വ്യാപകമായ അല്ലെങ്കിൽ കാണാത്ത കാഴ്ചകൾ, കാഴ്ചയ്ക്കപ്പുറമുള്ള ചില ദർശനങ്ങളിലേക്ക് റഹാബ് വളർത്തപ്പെടുകയാണ്. അങ്ങനെ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല, അത് ചില വ്യക്തമായ നിലപാടുകൾ എടുക്കുവാനായിട്ട്,
ചില ഉറച്ച നിലപാടുകളിലേക്ക് ആ സ്ത്രീയെ എത്തിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്രയോ വർഷങ്ങളായി പ്രിയപ്പെട്ടവരെ നാമും ഇതുപോലെ ഈ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇവിടെ രാഹാബിന് മുമ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഈ ദേശത്ത് വന്ന് നോക്കുവാനായിട്ട് വന്ന ഈ 2 ഒറ്റുകാരെ അല്ലെങ്കിൽ ചാരന്മാരെ രാജാവിന് പരിചയപ്പെടുത്തി കൊടുത്താൽ ഒരുപക്ഷെ അവൾക്ക് വലിയ സമ്മാനങ്ങളൊക്കെ ലഭിക്കാം. അതാണ് അവരുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ അവരുടെ മുമ്പിൽ മരണമാണ് അവൾ കാണുന്നത്. ദേശത്തെ ഒറ്റുകൊടുക്കുകയാണ്, ചാരന്മാർക്ക് ചാരപ്രവൃത്തി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരുപാട് ഈ ചാരപ്രവൃത്തികളൊക്കെ നമ്മളുടെ രാജ്യത്തിൽ നടന്നതൊക്കെ കെട്ടുകഥകളൊക്കെ കേട്ടു. ഇവിടെ അങ്ങനെ കെട്ടുകഥയല്ല. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് ആണ് രാഹബിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഏത് സ്വീകരിക്കണം? ഞാൻ പറഞ്ഞല്ലോ, ചില വ്യക്തമായ ധീരമായ നിലപാടുകൾ എടുക്കുവാനായിട്ട് രാഹബ് തയ്യാറാകുന്നു. എന്തെങ്കിലും നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഞാൻ പറയും, നിലപാടുകൾ എടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. കാരണം നിലനിൽപ്പാണ് എല്ലാവർക്കും പ്രശ്നം. ചില നിലപാടുകൾ എടുക്കുമ്പോൾ നമ്മുടെ നിലനിൽപ്പ് പരുങ്ങലിലാവും. അതുകൊണ്ട് ഞാനും എൻ്റെ വ്യക്തിത്വവും എൻ്റെ സ്ഥാനമാനങ്ങളും വലുതാകുമ്പോൾ പല കോംപ്രമൈസുകൾക്ക് പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നാം ഇന്ന് വിധേയരാവുകയാണ്. പിന്നെ തട്ടിയും പൊത്തിയും ഒക്കെ നാം ഇങ്ങനെ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ ഈ വേശ്യ സ്ത്രീയായ രാഹബ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് അപ്രകാരമുള്ള നിലപാടുകളല്ല, ധീരമായ നിലപാടുകൾ എടുക്കുകയാണ്. ഈ വേദഭാഗം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ സൂതികർമ്മിണികളായ ശിപ്ര, പൂവ എന്ന സാധാരണക്കാരായ സ്ത്രീകളോട് ചേർത്ത് നമുക്ക് വായിക്കാവുന്നതാണ്. അവിടെയും രാജകൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് ജീവന്റെ സംരക്ഷകരായി തീരുവാനായിട്ടുള്ള വലിയ നിലപാടിലേക്ക് ആ സ്ത്രീകൾ എത്തപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് മർത്തോമാ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ അംഗങ്ങളാണ് നാം എന്നൊക്കെ നാം പറയുമ്പോൾ എന്ത് നിലപാടുകൾ ഈ കാലത്തിൽ എടുക്കുവാൻ നമ്മുടെ വിശ്വാസം നമ്മെ ബലപ്പെടുത്തുന്നു? ചോദ്യമാണ്. ഈ കാലത്തിൽ ഞാൻ പറയും ഒരു ഡിജിറ്റൽ സാങ്കേതിക യുഗമാണ്. ദൈവശാസ്ത്ര അല്ലെങ്കിൽ ദൈവരാജ്യ മൂല്യങ്ങൾക്ക് വിപരീതമായി ഒരുപാട് സംഹിതകളൊക്കെ നമ്മുടെ തലമുറകളെ ഇങ്ങനെ നിരന്തരം പിന്തുടരുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഇപ്രകാരം വിശ്വാസത്തിൻ്റെ ഉറച്ച നിലപാടുകളിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെയും ആ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുവാനും അമ്മമാരായ നമുക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട്. സമയക്കുറവ് കൊണ്ട് ആ ഭാഗം വിട്ടിട്ട് രണ്ടാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. രാഹബ് നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന പ്രവൃത്തികളാൽ അടയാളപ്പെടുത്തുന്ന ഒന്നാകണം നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ഭവനങ്ങൾ. ഒന്നുകൂടി പറയട്ടെ, വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന പ്രവൃത്തികളാൽ അടയാളപ്പെടുത്തുന്ന ഒന്നാകണം നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ഭവനങ്ങൾ. അതുതന്നെയാണ് അധ്യക്ഷ പ്രസംഗത്തിൽ നാം കേട്ടുകൊണ്ടിരുന്നതും. അതുകൊണ്ട് ലിവിങ് ഔട്ട് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് എ ചലഞ്ച്. അത് ഇവിടെ നിന്ന് ഈ ഉച്ചസ്ഥരം പറയുന്ന എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അതുതന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, നോ നീഡ് ടു ടോക്ക് ദ ടോക്ക് ബട്ട് വാക്ക് ദ വാക്ക്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ പറച്ചിലുകൾ പ്രവൃത്തികളായിട്ട് രൂപപ്പെടണം.
ഇവിടെ റാഹബിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വലിയ വിശ്വാസത്തിലേക്കും ധീരമായ നിലപാടുകളിലേക്കും അവൾ എത്തപ്പെടുമ്പോൾ അത് ചില നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് അവളെ പ്രേരിപ്പിക്കുന്നുണ്ട്. നമുക്ക് അറിയാം, ഈ രണ്ട് പേർ ദേശം ഒറ്റുനോക്കുവാനായിട്ട് വരുമ്പോൾ അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസൊക്കെ രാജാവിന് ലഭിക്കുന്നുണ്ട്. ഈ റാഹബിൻ്റെ വീട് കോട്ടമതിലുകളാൽ ചുറ്റപ്പെട്ടതാണ് എറീഹോ. ആ മതിലിൻ്റെ വിളുമ്പിലാണ് ഈ സ്ത്രീയുടെ ഭവനം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, ട്രിപ്ലി മാർജിനലൈസ്ഡ് വിമൻ ആണ് ഈ റാഹബ്. ഒന്നാമത് അവളൊരു സ്ത്രീയാണ്, അവളുടെ ഭവനത്തിൻ്റെ സ്ഥലം എവിടെയാണ്, അവൾ ഏർപ്പെട്ടിരുന്ന തൊഴിൽ എന്തുവാണ്, ഇതൊക്കെ അവളെ സമൂഹത്തിൽ നിന്ന് അരികുകളിലേക്ക് മാറ്റി നിർത്തുവാനുള്ള മുഖാന്തരമായി തീർന്നു. എന്നാൽ ഈ സ്ത്രീ ഈ രണ്ട് ഒറ്റുനോക്കുവാനായിട്ട് വന്ന പുരുഷന്മാരെ വളരെ വിദഗ്ധമായിട്ട് തൻ്റെ ചണക്കെട്ടുകളുടെ ഇടയിൽ ഒളിപ്പിക്കുകയാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, വേശ്യാവൃത്തി എന്നതിനേക്കാൾ അപ്പുറമായി ഒരു സത്രം സൂക്ഷിപ്പുകാരി കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ ചില ബിസിനസ്സൊക്കെ ചെയ്യുന്നയാളായിരുന്നു, ചണവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നവളായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ചണക്കെട്ടുകളുടെ ഇടയിൽ അവരെ ഒളിപ്പിക്കുകയാണ്. രാജാവിൻ്റെ ഭൃത്യന്മാർ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വളരെ പെട്ടെന്ന് തന്നെ ഞാനത് പറഞ്ഞു പോകട്ടെ. പറയുന്നുണ്ട്, രണ്ട് പുരുഷന്മാർ ഇവിടെ വന്നിരുന്നു. എന്നാൽ അവർ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് പോയി. അവർ എവിടെ പോയി എന്ന് ഞാൻ അറിയുന്നില്ല. പിന്നീട് അവരുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ, വിശ്വാസത്തിൻ്റെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു കരുണ, ഹെസദ് എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം, ഈ റാഹബ് അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ദേശം ഇസ്രയേലിൻ്റെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഞാൻ അറിയുന്നു. ഈ ദേശം ഉന്മൂലനമാക്കപ്പെടും. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ കരുണ എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്രകാരം ഒരു പ്രവർത്തനത്തിലേക്ക് അവൾ ഏർപ്പെടുമ്പോൾ അവളുടെ കുടുംബത്തിനെ ഈ ഒരു സംഹാരകനിൽ നിന്ന്, ഒരു നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് ഒരു വലിയ അടയാളം അവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ് അടയാളം? ഒരു ചുവപ്പ് നാട, ചരടെന്നൊക്കെ പറയുമ്പോൾ നവീകരണ വിശ്വാസികളായ നമുക്ക് ചരടെന്നൊക്കെ കേൾക്കുമ്പം ഒരു വലിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നാം. അതുകൊണ്ട് ചുവപ്പ് കയർ ആ ഭവനത്തിൻ്റെ ഒരു മാർക്കായിട്ട് മാറുകയാണ്. അവൾ ചെയ്ത വിശ്വാസത്തിൽ നിന്ന് ഉളവായ സൽപ്രവൃത്തിയുടെ ഒരു സിമ്പലാണ് ഈ ചുവപ്പ് നാട എന്ന് പറയുന്നത്. അതുകൊണ്ട് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അറിയാം, ഈ ഇസ്രയേൽ ജനം ഈ എരീഹോ പട്ടണം കീഴടക്കുന്നു. അവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു. എരീഹോ മതിൽ ഇടിഞ്ഞു വീഴുകയാണ്. ആ ദേശത്തിലെ നിവാസികളെല്ലാം അഗ്നിക്കിരയായി മാറുമ്പോൾ ഈ പട്ടണത്തിൻ്റെ ചുറ്റുമതിലിൽ ഈ ചുവപ്പ് നാട അലങ്കാരമായി നിന്ന റാഹബിൻ്റെ ഭവനം മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അത് അവളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നാണ് അപ്രകാരം അവൾ ആയിത്തീർന്നത്. ആ കുടുംബം കുടുംബത്തിലുള്ള അവൾ മാത്രമല്ല, അവളുടെ മാതാപിതാക്കൾ, 2 സഹോദരങ്ങൾ ഒക്കെ. അപ്പോൾ ഒരു സ്ത്രീയുടെ ഒറ്റ തീരുമാനം, ധീരമായ വിശ്വാസം, അത് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് കാരണമായിട്ട് തീരുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലും യാക്കോബ് ശ്ലീഹ എഴുതിയ 2-ാം അധ്യായത്തിലുമൊക്കെ ഈ റാഹബിനെ പറ്റി പറയുമ്പോൾ
അവളുടെ വിശ്വാസത്തെക്കുറിച്ചും അവളുടെ വിശ്വാസത്തിൽ നിന്ന് ഉളവായ പ്രവൃത്തിയെക്കുറിച്ചുമൊക്കെയാണ് പുതിയ നിയമ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, എന്താണ് മിഷൻ എന്ന് ചോദിച്ചാൽ, മിഷൻ എന്ന് പറഞ്ഞാൽ ബീയിങ് വിത്ത് ഗോഡ്, ദൈവത്തോട് ചേർന്ന് ഈ ലോകത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് മിഷൻ, നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. ഇവിടെ രാഹാബ് അതാണ് ചെയ്യുന്നത്. ഈ വേദഭാഗത്തെ ചില വേദശാസ്ത്രജ്ഞരൊക്കെ പുതിയ നിയമ വേദഭാഗം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു നിഴൽ ഈ വേദഭാഗത്ത് വീണ് കിടക്കുന്നതായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ചുവപ്പ് നാടയാണ് രാഹാബിൻ്റെ ഭവനത്തെ നാശത്തിൽ നിന്ന് സംരക്ഷിച്ചത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം ഓർമ്മ വരുന്നുണ്ടോ പഴയ നിയമ പുസ്തകത്തിൽ? ഇസ്രയേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ പഴയ നിയമ പെസഹ ആചരണമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തത്താൽ അഭിഷേകം പ്രാപിച്ചവർ സംഹാരകനിൽ നിന്ന് രക്ഷപ്പെട്ടു. വീണ്ടും എന്താണ് ക്രിസ്തുവിൻ്റെ നിഴൽ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഓരോ വ്യക്തിക്കും അവകാശമായിട്ടുള്ളതാണ് ഈ രക്ഷയുടെ, ഈ വിമോചനത്തിൻ്റെ സമൃദ്ധമായ ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലും ഈ വേദഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാഹാബ് ഇന്ന് പകൽക്കാലം നമ്മളോട് സംസാരിക്കുകയാണ്, നമുക്ക് എപ്രകാരം വിശ്വാസത്തിൽ നിന്നുള്ള പ്രവൃത്തികളാൽ നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ അലങ്കരിക്കുവാനായിട്ട് സാധിക്കും. നാം പറയും, കൃപയാലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. അതെ, എന്നാൽ യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇത് പല നാളുകളായി നമ്മൾ പറഞ്ഞു ഇങ്ങനെ പോകുകയല്ല. ഈ ഒരു ഭദ്രാസനം വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ ഈ നാളുകളിൽ പല പഠനങ്ങളും നടത്തുമ്പോൾ കുർബാനയായി മാറുക, അല്ലേ? ജീസസ് ഈസ് എ മാൻ ഫോർ അതേഴ്സ്. നമുക്കും എന്തായി മാറണം? അപ്പമായി മാറണം. ക്രിസ്തുമസ് കാലത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട്, വി ഹാവ് ടു ഗോ ടു ബേത്ലഹേം. ബേത്ലഹേം എന്താണ്? അപ്പത്തിൻ്റെ നാടാണ് ബേത്ലഹേം. നോട്ട് ടു ഈറ്റ് ദ ബ്രെഡ് ബട്ട് ടു ബി ദ ബ്രെഡ്. അപ്പത്തിൻ്റെ നാട്ടിലേക്ക് നമുക്കൊരു യാത്ര പോകണം. എന്തിനാണ്? അപ്പം ഭക്ഷിച്ച് തൃപ്തിയടയുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മാറുക എന്നുള്ളതല്ല, അപ്പമായി മാറുവാനുള്ള ഒരു ദൈവവിളി ഏറ്റെടുക്കുന്ന വലിയ ഒരു അനുഭവമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതം മാറണം. അതാണ് ഓരോ ഞായറാഴ്ച ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ പങ്കുകാരായി ഞാനും നിങ്ങളും ഈ അപ്പത്തിൻ്റെ അവകാശികളായി മാറുമ്പോൾ, ഈ വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാക്കി പുറപ്പെട്ടു പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയായി നാം വളരണമെന്നാണ് രാഹാബ് നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മൂന്നാമത്തേതും അവസാനത്തേതുമായ ചിന്തയാണത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവത്തിൽ നാം വിശ്വാസമർപ്പിച്ച് നമ്മെയും നമ്മുടെ തലമുറകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, നമ്മുടെ തലമുറകളിലൂടെ നമ്മുടെ ചരിത്രത്തെ മാറ്റിയെഴുതുവാൻ കഴിവുള്ളവനായ ഒരു കർത്താവ് ജീവിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ളവർക്കൊരു കൈ ഉയർത്തി ദൈവസന്നിധിയിൽ ഒരു ഹല്ലേലൂയ പറയാം. വിശ്വാസപൂർവം നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ തലമുറകളിലൂടെ
നമ്മുടെ ചരിത്രത്തെ മാറ്റി എഴുതുന്നവനാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം. God redefines our past and future. ഈ വേദപുസ്തകം, ഈ ജോഷുവയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാം, രാഹബിനെ വിശേഷിപ്പിക്കുകയാണ്. എന്താണ്? ഒരു വേശ്യ സ്ത്രീയാണ്, വേശ്യയായ രാഹബ്. ഇതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ രാഹബിനെ കണ്ടുമുട്ടുന്നില്ല. രാഹബ് ഇങ്ങനെ നല്ല പ്രവൃത്തിയൊക്കെ ചെയ്തു അല്ലേ? എന്നാൽ വീണ്ടും നമ്മൾ മുമ്പോട്ട് പോയി പുതിയ നിയമഭാഗം സുവിശേഷം എടുക്കുമ്പോൾ ആദ്യ ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ്? 5 സ്ത്രീകളുടെ പേരുകൾ ആ വംശാവലിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരാൽ നിന്ദതയായി തീർന്നുവെങ്കിലും ദൈവത്താൽ മാന്യതയായ താമാർ, പുറജാതിക്കാരിയായ റൂത്ത്, ഊറിയാവിൻ്റെ ഭാര്യ കന്യക മറിയാം, ആ കൂടെ രാഹബിൻ്റെ പേരും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മനുഷ്യർ തള്ളിക്കളഞ്ഞ ജീവിതങ്ങളെ, അവരുടെ തലമുറകളെയൊക്കെ മാറ്റിമറിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ചരിത്രം, ഒരു പുതിയ തുടക്കം, എ ന്യൂ ബിഗിനിങ്, അത് നൽകുവാൻ ഈ ദൈവവിശ്വാസം, ദൈവത്തിലുള്ള സമർപ്പണം തീർച്ചയായും നമ്മെ സഹായിക്കും. നാം മനുഷ്യരെ പലപ്പോഴും പല രീതിയിൽ ഇങ്ങനെ എന്താണ് ക്രിട്ടിസൈസ് ചെയ്യുകയോ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ജാതി, മതം, വർഗം, വർണ്ണം, അല്ലേ, സാമ്പത്തിക സ്ഥിതി, കുടുംബ പാരമ്പര്യം, ഇതിൻ്റെയൊക്കെ പേരിൽ പല വേലിക്കെട്ടുകൾ തീർത്ത് നാം മനുഷ്യരെ ഇങ്ങനെ അതിരുകളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിൽ പലരും പ്രസംഗിച്ച് കേൾക്കുന്ന ഒരു പുസ്തകമാണ് പ്രശസ്ത എഴുത്തുകാരിയായ സാറ ജോസഫിൻ്റെ കറ എന്ന നോവൽ. ഇവിടെയും നിങ്ങൾ അതിനെപ്പറ്റി കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു നോവലിൻ്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എല്ലാം വായിച്ചു തീരുവാനായിട്ട് എനിക്ക് സമയം ലഭിച്ചില്ല. എന്നാൽ അതിൻ്റെ ഒരു ഭാഗം ഞാൻ മാങ്ങാനത്തുള്ള നമ്മുടെ ഒരു പ്രിയ സാറുമായിട്ട്, ഷാജി ജോർജ് സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് തോന്നി. ലോത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് ആ പുസ്തകത്തിൽ, അല്ലേ, ഈ വളരെ മാർജിനലൈസ് ചെയ്യപ്പെട്ട ചില വ്യക്തികളെ എടുത്തുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ദർശനം കൊടുക്കുവാനായിട്ടാണ് എഴുത്തുകാരി എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ലോത്തിൻ്റെ ജീവിതത്തിലൂടെ ഡെവലപ്പ് ചെയ്ത ഒരു നോവലാണത്. അവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, സോദോമിൻ്റെ തെരുവുകളിലെ കട്ടിലുകളിലെ പറ്റി ലോത്ത് കേട്ടിട്ടുണ്ട്. പരദേശിയായ ന്യായാധിപൻ്റെ കൽപ്പന പ്രകാരം പുറജാതിക്കാരിൽ നിന്ന് വരുന്നവരെയൊക്കെയും ആ കട്ടിലിൽ കിടത്തും. അങ്ങനെ വരുന്നവരുടെ നീളം അളക്കുവാൻ വേണ്ടിയാണ് ആ കട്ടിൽ. ഒരാളും ആ കട്ടിലിന് പാകമാകാറില്ല. പരദേശിക്ക് നീളം കുറവാണെങ്കിൽ തലക്കിലും കാൽക്കലും നിന്ന് 4 പേർ ചേർന്ന് അയാളെ വലിച്ചു നീട്ടി കട്ടിലിന് പാകമാക്കും. ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടി, മാംസപേശികൾ വലിഞ്ഞ് മുറുകി അയാൾ മരണപ്പെടും. ഒരുവന് ആ കട്ടിലിൽ കിടത്തുമ്പോൾ നീളം കൂടുതലാണെങ്കിൽ കാൽക്കലും തലക്കിലും നിന്ന് അടിച്ച് അവൻ്റെ നീളം കുറയ്ക്കുവാനായിട്ട് ശ്രമിച്ച് ആ കട്ടിലിനെ വേണ്ടി അവനെ പരുവപ്പെടുത്തും. രണ്ടിലും മരണം സാധ്യമാണ്. എന്തിനാണ് ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ പറഞ്ഞത് എന്ന് വെച്ചാൽ, നമ്മളും ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. മനസ്സിലൊരു കട്ടിലും കൊണ്ടാണ് നമ്മളും നടക്കുന്നത്. ഒരളവുകോൽ നമുക്കുണ്ട്. ഓരോ വ്യക്തികളെയും കാണുമ്പോൾ നമ്മളിങ്ങനെ മാർക്കിട്ട് പോവുകയാണ്. വലിച്ചു നീട്ടിയും അടിച്ച് ചുരുക്കിയുമൊക്കെ നമ്മളുടെ മനസ്സിലെ ഭാവനയ്ക്കൊത്തവണ്ണം ഓരോ വ്യക്തികളെയും
തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ മീഡിയയിലൊക്കെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ അത് വളരെ ജാഗ്രതയോടെ വേണം അത് മനസ്സിലാക്കുവാനായിട്ട്. അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോൾ നമുക്ക് അറിയാം, യേശു ക്രിസ്തു അല്ലെങ്കിൽ പിതാവായ ദൈവം അങ്ങനെ ഒരു മനുഷ്യനെയും എഴുതിത്തള്ളുന്നില്ല. ഏറ്റവും ഒരുപക്ഷെ മോശമായ തൊഴിലിലേർപ്പെട്ട, ജനം മാറ്റി നിർത്തിയ ചില വ്യക്തി ജീവിതങ്ങളെയൊക്കെയാണ് തൻ്റെ ഈ ലോകത്തിലെ രക്ഷാകര ദൗത്യത്തിൽ അവൻ പങ്കുകാരാക്കി തീർക്കുന്നത്. ഈ റാഹബിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, വംശാവലിയിൽ നിന്ന് തന്നെയാണ്. ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട യഹൂദ ഗോത്രത്തിൽ നഹശോന്റെ പുത്രനായ സൽമോൻ ഈ റാഹബിനെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ അവർക്കുണ്ടായ മകനാണ് ബോവസ്. ബോവസ് റൂത്തിൽ ഒബേദിനെ ജനിപ്പിക്കുന്നു. അങ്ങനെ ആ തലമുറ വംശപാരമ്പര്യം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അതെ, അവിടെ ആരുണ്ട്? ദാവീദുണ്ട്, ശലോമോനുണ്ട്. ഏറ്റവും അവസാനമായി ഈ ലോകത്തിൻ്റെ രക്ഷകനായ മെശിഹ വന്ന് പിറന്നത് ഈ റഹാബിൻ്റെ പിൻതലമുറയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പാസ്റ്റ് എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രവൃത്തികൾ എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് നീ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറായാൽ, ഇന്ന് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ ജീവനെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ തയ്യാറായാൽ, നിന്റെ തലമുറയുടെ ചരിത്രത്തെ മാറ്റി എഴുതി ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായുള്ള രക്ഷാപദ്ധതിയിൽ എന്നെയും നിന്നെയും പങ്കുകാരനായി തീർക്കുന്ന മുഖപക്ഷമില്ലാത്ത ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തെയാണ് നമ്മൾ വിളിച്ച് അപേക്ഷിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ ഈ വേദഭാഗം പ്രിപ്പയർ ചെയ്തപ്പോൾ ഈ ഭദ്രാസനത്തിലെ തന്നെ ഒരു യുവ പട്ടക്കാരൻ, എൻ്റെ അടുത്ത സുഹൃത്താണ്, പ്രിയപ്പെട്ട ലിബിൻ പൊന്നച്ചനച്ചൻ എന്നോട് പറഞ്ഞു, അമ്മ, എന്നെ പലപ്പോഴും ഈ കൊച്ച് അതിൻ്റെ അതങ്ങ് എടുത്തു കളഞ്ഞിട്ട് അമ്മ എന്നാണ് വിളിക്കുന്നത്, ഞാൻ പ്രായമായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് കൊണ്ട്. അമ്മ, ഞങ്ങളുടെ ഭദ്രാസനത്തിൽ ഈ നാളുകളിൽ പഠിക്കുന്ന വിഷയം വിശുദ്ധ കുർബാന, അനുരഞ്ജനത്തിൻ്റെ ആഘോഷം എന്നുള്ളതാണ്. അതുകൊണ്ട് അമ്മ പ്രസംഗിക്കുമ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് അതിലോട്ട് ഒന്ന് കണക്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചു, തമ്പുരാനെ, പെട്ടുപോയി, എങ്ങനെ ഇത് ഉൾപ്പെടുത്തും? എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി വളരെ പ്രാർത്ഥനയോടെ ഈ വചനം ധ്യാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനും ഒരു വ്യക്തമായ ഉത്തരം എനിക്ക് നൽകുകയുണ്ടായി. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, അതൊരു വലിയ മേശയുടെ പങ്കിടലിൻ്റെ അനുഭവമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, അവൻ ചുങ്കക്കാരോടും പാപികളോടും ചേർന്ന് പന്തിഭോജനത്തിൽ ഏർപ്പെട്ടു. ഈ നാളുകളിൽ ഈ വേദഭാഗം പഠിക്കുമ്പോൾ ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് വിശുദ്ധ കുർബാന, ജനകീയ വിമോചന ഉത്സവം. അതാരെഴുതിയ പുസ്തകമാണ്? സേവികാ സംഘങ്ങളോടാണ് ഒരു ചോദ്യം. പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? അത് നിങ്ങൾക്ക് ഒരു ഹോംവർക്കായിട്ട് തന്നു വിടുകയാണ്. വൈകിട്ട് വരുമ്പോൾ തിരുമേനിയോട് പറയണം, ആ പുസ്തകം തിരുമേനി അവരെ ഒന്ന് ഓർപ്പിക്കണം. വിശുദ്ധ കുർബാന, ജനകീയ വിമോചന ഉത്സവം. അതുകൊണ്ട് ഇപ്രകാരമുള്ള എല്ലാ വേർതിരിവുകളിൽ നിന്നും വിമോചനം നമുക്ക് നൽകുന്ന, വിമോചനത്തിൻ്റെ വലിയ ദർശനം നമുക്ക് നൽകുന്ന ഒരു ഉത്സവമാണ് എന്ത്? വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതിലിപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, സംസർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോടുള്ള സംസർഗമാണ് വിശുദ്ധ സംസർഗം. നമ്മൾ വിശുദ്ധ കുർബാനയെ അങ്ങനെയാണല്ലോ പല പേരുകൾ നമ്മൾ പറയുമ്പോൾ അതിലൊന്നാണ് എന്ത്? വിശുദ്ധ സംസർഗം. അതുകൊണ്ട് എന്താണ് ഈ വിശുദ്ധ സംസർഗം എന്ന് പറഞ്ഞാൽ, അത്
സംസർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോടുള്ള സംസർഗമാണ്. അതുകൊണ്ട് എന്താണ് വിശുദ്ധ കുർബാനയുടെ ഈ നാളുകളിലെ പഠനങ്ങൾ നമ്മളെ ഈ ഒരു തീമുമായി ബന്ധപ്പെടുത്തി ഏത് മേഖലകളിലേക്ക് നയിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കുർബാന ഒരു പങ്കിടലിൻ്റെ പ്രതീകമാണ്. അതോടൊപ്പം തന്നെ അത് അതിരുകളുടെ ഒരു ഉല്ലംഘനം കൂടിയാണ്. ഈ പുസ്തകത്തിൽ നിന്നാണ് ഈ ഭാഗങ്ങളെല്ലാം ഞാൻ ഇവിടെ പറയുന്നത്. അതിരുകളെ ഇല്ലായ്മ ചെയ്യുന്നതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രാന്തപ്രദേശങ്ങളെ കേന്ദ്രത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് കേന്ദ്ര സേവികാ സംഘത്തിൻ്റെ പഠന വിഷയവും ഈ ഭദ്രാസനത്തിൻ്റെ പഠന വിഷയവും തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ റെൻഡീഷനാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതിരുകളിലെ നമ്മൾ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അത് തന്നെയാണ് മിഷൻ ഫ്രം ദ മാർജിൻ, അതിരുകളിൽ നിന്നും ഉയരുന്ന ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ വിമോചന പ്രക്രിയയുടെ ഭാഗവാക്കായി തീരുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ദൈവം തമ്പുരാൻ്റെ വലിയ ഉദ്ദേശം. അതിന് അടിസ്ഥാനപരമായി ഈ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം, കാഴ്ചയ്ക്കപ്പുറമുള്ള കാഴ്ചകളിലേക്കും ധീരമായ നിലപാടുകളിലേക്കും നമ്മെ നയിക്കുന്നതും ആയിരിക്കണം. ഈ ഒരു വലിയ വിമോചന ജനകീയ ഉത്സവം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുടുംബങ്ങളെയൊക്കെയും വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന പ്രവൃത്തികളാൽ അലങ്കരിക്കപ്പെട്ട അനുഭവങ്ങളാക്കി മാറ്റുവാനുള്ള വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ നൽകുന്നത്. മനുഷ്യൻ അവൻ്റെ മനസ്സിൽ സങ്കല്പിക്കുന്ന എല്ലാ എല്ലാ വേർതിരിവുകൾക്കും അതീതമായി സകല മാനവജാതികളെയും ഒന്നിച്ചു ചേർത്ത് ഒരു വലിയ വിമോചനം, ഒരു വലിയ രക്ഷ, ആ രക്ഷ സാധ്യമാക്കി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ പിൻപേ ഗമിക്കുവാനായിട്ടുള്ള വലിയ ഒരു വിളിയാണ് നമ്മുടെ മുമ്പിൽ നൽകപ്പെട്ടിരിക്കുന്നത്. റഹബ് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അഭിവന്യ തിരുമേനി ആദ്യമേ പാടിയ ഒരു പാട്ടിൻ്റെ 2 ശീലുകൾ പാടി ഈ വേദഭാഗം, ഈ ഒരു വേദചിന്ത അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇതാണ്: എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുവാൻ. രാഹബ്, റൂത്ത് തുടങ്ങിയ സ്ത്രീകൾ, ശിപ്ര, പൂവ തുടങ്ങിയവർ ഒക്കെ സഞ്ചരിച്ചത് ഈ വഴിയെയാണ്. ഈ വഴിയെ സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് ചേർന്ന് പാടാം. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുവാൻ ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ദൈവനാമത്തിന് സർവമഹത്വവും. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.